കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സെയിം നമ്പർ തന്നെയാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ പാർട്ട് 1 ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 1 എന്താണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്നും മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിലെ ആദ്യ 2 ഘട്ടങ്ങളായിട്ടുള്ള കൺസൾട്ടേഷനും അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ദി ഡിവോഴ്സ് പെറ്റീഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമതായിട്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫയലിംഗ് ദി പെറ്റീഷൻ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ എന്താണ് ഫയലിംഗ് ദി പെറ്റീഷൻ? ആദ്യത്തേൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കി, രണ്ടാമത്തേൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തു, മൂന്നാമതാണ് ഫയലിംഗ് ദി പെറ്റീഷൻ. അപ്പോൾ ഫയലിംഗ് ദി പെറ്റീഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദി ജോയിൻറ്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഹാസ് ബീൻ കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് റിവ്യൂഡ്, ഇറ്റ് ഈസ് ഫയൽഡ് അറ്റ് ദി അപ്രോപ്രിയേറ്റ് ഫാമിലി കോർട്ട് ഓർ ഡിസ്ട്രിക്ട് കോർട്ട്. The filing location typically depends on where the couple currently resides or where they last lived together. Both the spouses must sign the petition confirming their consent for the divorce എന്നുള്ളതാണ് ഫയലിംഗ് ദി പെറ്റീഷനിലെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു, അത് വായിക്കുന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫാമിലി കോടതിയിലോ ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഇത് ഫയൽ ചെയ്യുമ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ കപ്പിൾസ് ദമ്പതികൾ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാണോ അല്ലെങ്കിൽ അവർ അവസാനം ഒരുമിച്ച് താമസിച്ച സ്ഥലം ഏതാണോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഫാമിലി കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കക്ഷികളും ദമ്പതികളും എന്ത് ചെയ്യണം? ഒപ്പിടണം. ബോത്ത് സ്പോസസ് മസ്റ്റ് സൈൻ ദ പെറ്റീഷൻ കൺഫേമിംഗ് ദെയർ കോൺസെൻറ്റ് ഫോർ ദി ഡിവോഴ്സ് എന്നുള്ളതാണ് പോയിന്റ്. ഇനി ഇതിൽ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ എന്താണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് പെർ ഇന്ത്യൻ ലോ ദർ ഇസ് എ മാൻഡേറ്ററി കൂളിംഗ് ഓഫ് പീരീഡ് ഓഫ് 6 months ഫ്രം ഫയലിംഗ് ദി പെറ്റീഷൻ. This period allows the couple to reconsider their decision. It allows them to withdraw the petition if they wish to reconcile. However, recent judgments by the apex courts has shown that this cooling period can also be revoked. അതായത് എന്ത് ചെയ്യുന്നു? ഒരു കൂളിംഗ് പീരീഡ് നമുക്ക് തരികയാണ്. 6 മാസമാണ് നമ്മൾ സാധാരണ മുമ്പ് പറഞ്ഞിരുന്നത്. ഈ കൂളിംഗ് പീരീഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദമ്പതികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. വീണ്ടും അവർക്ക് ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിച്ച് ഒരുമിച്ച് ജീവിക്കുവാനുമുള്ള ഒരു അവസരമുണ്ട്. അതാണ് ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. കൂളിംഗ് ഓഫ് പീരീഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്പെക്സ് കോർട്ടുകളുടെ ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട്. ആ വിധികളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ജസ്റ്റ് എന്താണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് മോഷൻ ഹിയറിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ബോത്ത് സ്പോസസ് ആർ റിക്വയർഡ് ടു അപ്പിയർ ബിഫോർ ദ കോർട്ട് ഫോർ ദി ഫസ്റ്റ് മോഷൻ ഹിയറിംഗ്. ഡ്യൂറിംഗ് ദിസ് ഹിയറിംഗ് ദ കോർട്ട് വിൽ വെരിഫൈ ദാറ്റ് ബോത്ത് പാർട്ടീസ് ഹാവ് വോളണ്ടറിലി consented to the divorce. Additionally, the court will try to reconcile the couple, encouraging them to reconsider their decision, wherein the court will give them the cooling period എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ ദമ്പതിമാർ കോടതിയിലേക്ക് ഹിയറിംഗ് ഡേറ്റിൻ്റെ അന്ന് കോടതിയിലേക്ക് വരുമ്പോൾ ജഡ്ജി എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം ജഡ്ജി സാധാരണ ചോദിക്കാറുണ്ട്. അതിനുശേഷം ഒരു അനുരഞ്ജന ചർച്ചയ്ക്കും കോടതി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു കൗൺസിലിംഗ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് പൊക്കൂടെ, എന്തിനാണ് വേർപിരിയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കുറേ സൈക്കോളജിക്കലി ആയിട്ടുള്ള കുറേ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. അതാണ് ഫസ്റ്റ് മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 6ാമതായിട്ട് വരുന്നതാണ് സെക്കൻഡ് മോഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് മോഷൻ ഹിയറിംഗ്? ഫോളോയിങ് എ മിനിമം ഓഫ് 6 months ഫ്രം ദ ഫസ്റ്റ് മോഷൻ ഹിയറിംഗ്, ദ കപ്പിൾ മസ്റ്റ് അറ്റൻഡ് ദി സെക്കൻഡ് മോഷൻ ഹിയറിംഗ്. At this stage, the court will verify once again that both parties still consent to the divorce and ensure that they have adhered to the
അഗ്രീഡ് അപ്പോൺ ടേംസ് ഓഫ് ദി സെറ്റിൽമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഹിയറിങ്ങിന് ശേഷം ഒരു 6 മാസം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ മോഷൻ, സെക്കൻഡ് മോഷൻ ഹിയറിങ്ങിന് കോടതി സമയം തരാറുണ്ട്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർക്ക് റീജോയിൻ ചെയ്യാം, ഇവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താം. ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇത് ചെയ്യുന്നു രണ്ടാമത്തെ സെക്കൻഡ് മോഷൻ ഹിയറിങ്ങിലും കോടതി അനുവദിച്ച് കൊടുക്കാം. പരമാവധി സെറ്റിൽമെൻറ്റ് നടത്തി ഒരുമിച്ച് പോകാനാണ് കോടതികൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്, വക്കീൽമാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും. പക്ഷേ ചില ആൾക്കാർ അത് പണി തരാറുണ്ട്. അതായത് നമുക്ക് പിന്നെ വേറെ വീഡിയോയിൽ പറയാം. അതിന് 6ാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ 7ാമത്തെ സ്റ്റേജാണ് ഡിഗ്രി ഓഫ് ഡിവോഴ്സ്. Upon being satisfied with both parties' proceedings and mutual consent, the court grants the decree of divorce. This legalizes the divorce and the marriage is officially dissolved. 7ാം ഘട്ടത്തിലാണ് കോടതി ഫസ്റ്റ് ഹിയറിംഗ് മോഷനും സെക്കൻഡ് ഹിയറിംഗ് മോഷനിലും സെക്കൻഡ് മോഷൻ ഓഫ് ഹിയറിങ്ങിലും എല്ലാത്തിലും ഇത് അവരുടെ തീരുമാനത്തിൽ ഒരു ഉറച്ചു നിൽക്കുകയാണ് എന്ന് കോടതിക്ക് 100% ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും, ഡിവോഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിവോഴ്സ് അവിടെ ഗ്രാൻഡ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു 6 മാസം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് മോഷൻ കഴിഞ്ഞിട്ട് ആണ് എന്ത് ഡിഗ്രി ഓഫ് ഡിവോഴ്സ് വരുന്നത്. ദെൻ ഫൈനൽ സ്റ്റേജ് ആണ് 8 ചൈൽഡ് കസ്റ്റഡി ആൻഡ് പ്രോപ്പർട്ടി ഡിവിഷൻ. In cases where the couple has children, the court will determine child custody and visitation rights in the child's best interest. Additionally, the court will verify the agreement on property division, ensuring that it is equitable and reasonable for both parties. ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു, കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ കല്യാണ സമയത്ത് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് മേടിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ എല്ലാം ഡിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം എന്ത് ചെയ്യുന്നു, കോടതി ഇടപെടും. കുട്ടികളുടെ കസ്റ്റഡി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കാണ് വിസിറ്റേഷൻ പവർ നൽകേണ്ടത്, ആർക്കാണ് കസ്റ്റഡി നൽകേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, കോടതി സംസാരിക്കുകയും ഇടപെടുന്നു. അതിൽ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കും. കൂടാതെ അലിമണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണം, ഭാര്യയ്ക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം കോടതിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ആളുകളുടെ വളരെ വിഷമത്തോടു കൂടി തന്നെ ജഡ്ജി എന്ത് ചെയ്യുന്നു, പിരിയാനായിട്ടുള്ള അസമ്മതപത്രം ഒപ്പിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതുണ്ടാക്കുന്ന ഒരു മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. അതിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ റീസൺസും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാനായിട്ട് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എന്തൊക്കെയാണ് വേണ്ടത്, അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.